ഗൈസ്, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഡേ ആട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ രാവിലെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അവർ തന്നെ തരും. അതുകൊണ്ട് നല്ല പൂരിയും അതേപോലെ നല്ല ഉപ്പുമാവും കറിയൊക്കെ ആയിരുന്നു. നല്ല ടേസ്റ്റുള്ള ഫുഡാട്ടോ അവിടുത്തെ. അതാണ് എനിക്ക് ഈ ടൂറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. നല്ല കറക്റ്റ് ടൈമിൽ നമുക്ക് നല്ല ഫുഡ് കിട്ടും. ഇപ്പോൾ എനിക്ക് സത്യം പറയാച്ചാൽ ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. എന്നിരുന്നാലും അതൊക്കെ നമുക്ക് ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആൾക്കാരൊക്കെ ആയിട്ട് പോകുമ്പോഴേ അങ്ങനെയൊക്കെ സാധിക്കുള്ളൂ കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇത്രയധികം ആൾക്കാരായിട്ട് നമ്മൾ പോയി ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ എന്തെങ്കിലും ഫുഡ് പോയ്സണോ അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്തെങ്കിലും കഴിച്ച് പണിയായി കഴിഞ്ഞാൽ നമ്മുടെ ടൂറിന് മൊത്തത്തിൽ അത് ബാധിക്കും. അപ്പോൾ ഇത്രയധികം ആൾക്കാരായിട്ട് പോകുമ്പോൾ ഇങ്ങനെ ഹോംലി ഫുഡ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൂടുതലും ഓരോ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവിടുത്തെ ഫുഡ് കഴിക്കുക അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പക്ഷെ ഇത്രയധികം ആൾക്കാർ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്കതിനെ പറ്റില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാൾക്ക് അത് പറ്റായിക വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മൊത്തത്തിൽ ആ ടൂറിന് ഫുള്ളായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാമുണ്ടീശ്വരി ഹിൽസാണ്. ചാമുണ്ടി ഹിൽസാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കയറുമ്പോൾ ഫുൾ സ്റ്റെപ്പാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ഇങ്ങനെ കുറേ കയറുമ്പോൾ നമുക്ക് കിതയ്ക്കും. കുറച്ചിങ്ങനെ പ്ലെയിനായിട്ട് കിടക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ കയറ്റാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഈസിയാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് അമ്പലം. അതിൻ്റെ മുകളിൽ ചാമുണ്ടി അമ്പലം കേട്ടോ. ചാമുണ്ടീശ്വരി അമ്പലമാണ്. അപ്പോൾ ഇവിടെ നല്ല രസമാണ് കാണാൻ. അമ്പലം നല്ല ഭംഗിയുള്ള ഒരു അമ്പലം കേട്ടോ. നമ്മൾ ഉള്ളിൽ കയറി തൊഴാൻ വേണ്ടി നിന്നില്ല. കാരണം ഒരു 2 മണിക്കൂറൊക്കെയാണ് നിന്ന് ക്യൂ നിൽക്കേണ്ടി വരും. അപ്പോൾ ഈ അങ്കിൾ ഉണ്ടല്ലോ, ഷിബു അങ്കിളാട്ടോ, നല്ല സൂപ്പർ അങ്കിളാണ്. ഞങ്ങൾക്ക് ഈ ടൂറിൽ നിന്ന് കിട്ടിയതായിട്ട് ആളെനിക്ക് വീഡിയോ എടുത്ത് തരാനും എന്ത് സ്നേഹമാണെന്ന് അറിയാം. നല്ല സ്നേഹമുള്ള ഒരു അങ്കിൾ. ഇപ്പോഴും നമുക്ക് കണക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പറയുന്നത് നല്ല സ്നേഹമുള്ള കുറേ ആൾക്കാരായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഒരു ടൂറൊക്കെ പോകുമ്പോൾ. അത് കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ ഫുൾ മൈസൂർ സിൽക്ക് സാരിയൊക്കെ ഇങ്ങനെ സാരിക്കടകൾ കുറേ ഉണ്ട്. അപ്പം എന്തായാലും എനിക്കാണെങ്കിൽ ഈ സാരി എന്ന് പറഞ്ഞാൽ ഇത്രയും ഒബ്സഷനുള്ളൊരു ആളായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സാരി ഉടുക്കണതായാലും സാരി ഉടുത്ത് കാണുന്നതായാലും എനിക്ക് സാരി ഉടുപ്പിച്ച് കൊടുക്കാനായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ ഈ സാരിക്ക് എറൗണ്ട് ഒരു 10ൻ്റെ മുകളിലുണ്ട് കേട്ടോ ആ സാരിയുടെ റേറ്റ്. നമുക്കത് നല്ല വെയിറ്റ് ഉണ്ട് ആ സാരി. ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. 2-3 സാരിയൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ 400-450 രൂപ ഒക്കെ തൊട്ടിട്ട് അവിടെ സാരികൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ മൈസൂർ സിൽക്ക് മാത്രമാണ് അവിടെ ഉള്ളത്. ഞാൻ ചോദിച്ചു വേറെ സാരികളൊക്കെ ഉണ്ടോ, ബനാറസി അങ്ങനത്തെ ടൈപ്പൊക്കെ ഉണ്ടോ ചോദിച്ചപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല, മൈസൂർ സിൽക്ക് മാത്രമേ ഉള്ളൂ അവിടുത്തെ കടകളിലൊക്കെ. അപ്പോൾ അങ്ങനെ കുറേ സാരി കളക്ഷൻസ് അവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണെങ്കിലും എന്ത് ഭംഗിയാണ് ഓരോ സാരികൾ കാണാൻ. എനിക്കാണെങ്കിൽ സാരി എന്താ പറയുക ഇച്ചിരി എനിക്ക് ഈ സാരിയോടുള്ള പ്രേമം വെച്ചാൽ ഭയങ്കരമാണ്. മനസ്സിലായില്ല നിങ്ങൾക്ക്? എനിക്കാണെങ്കിൽ എല്ലാവരും സാരി ഇങ്ങനെ നമ്മൾ ഉടുത്തില്ലെങ്കിൽ കൂടി ഇതിങ്ങനെ വാങ്ങി ഇങ്ങനെ സെൽഫിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി പറക്കി വയ്ക്കുമ്പോൾ കിട്ടണ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു എന്താ പറയുക, അത് വേറെ ലെവലാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് മൈസൂർ വന്നിട്ട് വാങ്ങാതിരിക്കാൻ പറ്റാത്തൊരു സാധനം വാങ്ങാനാണ് പോണത്. മൈസൂർ പാക്ക് ആട്ടോ. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു കട കണ്ടപ്പോൾ നമ്മളവിടെ നിർത്തിയിട്ട് അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത്യാവശ്യം നല്ല വലിയ കടയാണ്. കുറേ അധികം പല തരത്തിലുള്ള മൈസൂർ പാക്ക് അവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവിടുത്തെ ഇൻറ്റീരിയറൊക്കെ കാണാൻ. അപ്പോൾ ഇഷ്ടം പോലെ ഇത് മൈസൂർ പാക്ക് മാത്രമല്ല, സ്വീറ്റ്സ് കുറേ ഉണ്ട്. നല്ല നല്ല ടൈപ്പ് ഓഫ് സ്വീറ്റ്സ്, അതേപോലെ ഡ്രിങ്ക്സ്, മറ്റേ റോസ് മിൽക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ എന്താ പറയുക അത്യാവശ്യം നല്ല സാധനമുണ്ട്. പിന്നെ അവർ നമ്മൾ ടെസ്റ്റിങ്ങൊക്കെ തരും. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ വാങ്ങി കുറേ കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പീസ് തന്നെ അവർ തരും. അപ്പോൾ അതിങ്ങനെ കഴിച്ച് നടക്കാനും നല്ല ഇൻട്രസ്റ്റാണ്. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടം. നമ്മളിങ്ങനെ എക്സിബിഷന് പോകുമ്പോഴാണ് നമ്മൾ അച്ചാറൊക്കെ ആ ഒരു സ്ഥലത്തേക്ക് കഴിഞ്ഞാൽ ഫുള്ള് നമ്മളിങ്ങനെ ടെസ്റ്റിങ്ങിന് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ച് അങ്ങനെ നടക്കും. അത് മൊത്തത്തിലാണ് നിറയും. അതാണ്. പിന്നെ നമുക്ക് എന്തായാലും വാങ്ങാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുക്കാൻ. നമുക്കൊരു സ്ഥലം വരെ വന്നതല്ലേ, അപ്പോൾ തിരിച്ച് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊടുക്കണമല്ലോ. അപ്പോൾ നമ്മളെല്ലാവർക്കും കുറച്ച് സ്വീറ്റ്സൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങി അവിടെ നിന്ന് പോകുന്നു കേട്ടോ. ഇനി അടുത്ത സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അപ്പോൾ ഇനി അടുത്ത സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ സൂ ആണ്. അപ്പോൾ മൈസൂർ വന്നു കഴിഞ്ഞാൽ വൃന്ദാവൻ, സൂ, പാലസ് ഇതൊന്നും മിസ്സാക്കാണ്ട് പോകേണ്ട സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ നമ്മളടുത്ത് സൂ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ സൂവിനെ കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്ത് കയറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ എന്താ പറയുക മൃഗങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ള സ്ഥലമാണ്. ഫുൾ എന്താ പറയുക നല്ല രസമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ടോ, ഒരു പ്ലാസ്റ്റിക് വേസ്റ്റൊക്കെ മാനേജ് ചെയ്യണ കാര്യങ്ങൾ, ഒരു വേസ്റ്റ് പോലും ഒരു സ്ഥലം
സ്ഥലത്ത് പോലും ഇല്ല. അതാണ് ഫുൾ ക്ലീൻ ആയിട്ടാട്ടോ അവർ നോക്കണത്. പിന്നെന്താ വെച്ചാൽ നമുക്ക് കുറേ നടക്കാനുണ്ട്. സൂവിൽ ഇഷ്ടംപോലെ ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സൂ എല്ലാവരും വന്ന് മൈസൂർ വരുന്നുണ്ടെങ്കിൽ എല്ലാവരും വന്ന് കാണണം. നമ്മുടെ അവിടെ ഇല്ലാത്ത കുറേ അധികം എനിമൽസിന് നമുക്ക് അവിടെ പോയി കാണാൻ പറ്റും കേട്ടോ. ഇതാ ഇനി നമ്മൾ കാണാൻ പോണ ആൾക്കാരാണ് നമ്മുടെ മെയിൻ ആൾക്കാർ. ഇവിടെയാണ് നമ്മുടെ പുലി, സിംഹം, കടുവ, എന്താ പറയുക, അങ്ങനത്തെ കാറ്റഗറിയിലുള്ള ആൾക്കാർ. നമ്മുടെ മെയിൻ ആൾക്കാരൊക്കെ ഇവിടെയാണ്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, അതിൻ്റെ മുകളിൽ 3 ഇരിക്കുന്നുണ്ട്. ഇപ്പം വരും കേട്ടോ. അവരവിടെ ഭയങ്കര കാമായിട്ട് എല്ലാവരും ഇരിക്കുന്നത്. ഭയങ്കര ക്ഷീണം തോന്നുന്നു എല്ലാവർക്കും. അവരവിടെ നിന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഒരാളുണ്ടായിരുന്നു കേട്ടോ. ഒരാളിങ്ങനെ നല്ല രീതിയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നടന്ന് എന്നെ വീഡിയോ എടുത്തോ നിങ്ങൾ എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ നടക്കും. നമ്മൾ ശരിക്കും ഈശ്വര ഈ ചില്ലെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അയ്യോ, അങ്ങനെ അവർ നല്ല നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കണ്ടു നടക്കാൻ എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. തല മാത്രമേ നിങ്ങൾക്ക് കാണുള്ളൂ. ആൾ പുറത്തേക്ക് വരുന്നില്ല. ആളവിടെ ഇങ്ങനെ സ്റ്റെക്കായിട്ട് നിൽക്കുകയാണ്. ആളെ എന്താ പറയുക, ആളുടെ തല മാത്രമേ കാണുള്ളൂ. പിന്നെ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഭയങ്കര ക്ഷീണം തോന്നുന്നു എല്ലാവർക്കും. പിന്നെ ഒരാൾ വരിക, പോവുക, വീണ്ടും ഉള്ളിലേക്ക് കയറുക, പകുതി എത്തുമ്പോൾ വീണ്ടും തിരിച്ചു വരിക. ഇതായിരുന്നു മൊത്തം. ആളൊരു സ്ഥലത്ത് നിൽക്കുന്നില്ല. ആളിങ്ങനെ ഉള്ളിലേക്ക് കുറച്ച് നേരം പോവും, അത് കഴിഞ്ഞ് തിരിച്ചു ഇതാ വരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഇവരെ ശരിക്കും കാണാൻ കണ്ട. ഇതാണ് ആളുടെ പരിപാടി. ആളിങ്ങനെ കറക്റ്റായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല, വീണ്ടും ഇതാ തിരിച്ചു പോകും. എന്താ അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവോ അതുമില്ല. അങ്ങനെ ആ ബിസിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇതാ നമ്മുടെ പെൺസിംഹമാണിത്. സിംഹം അവിടെ ഇരിക്കുന്നുണ്ട്. കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട്. ഈ മൃഗങ്ങൾക്കായാലും നടക്കുക അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതായത് ഇനി ഓറാങ്കുട്ടൻ പിന്നെ അങ്ങനത്തെ കുറേ സാധനങ്ങളുടെ ഐറ്റംസിലേക്കാണ്. ഇവിടെ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, കാണുന്നുണ്ടാവില്ല. ആളുടെ കൂടും ആളുടെ കളറൊക്കെ ഒരേ കളറായതുകൊണ്ട് നമുക്ക് കാണാൻ കേട്ടോ. പിന്നെ ഇഷ്ടംപോലെ നടക്കാണ്ട്, കിലോമീറ്ററോളം നമുക്ക് നടക്കാണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഇച്ചിരി ഒരു എന്താ പറയുക, നല്ലോണം നടക്കണം. നമുക്ക് കുറേ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇന്നലെയും കുറേ നടന്നു, ഇന്നും കുറേ നടക്കണു. അപ്പോൾ നമുക്ക് ഇച്ചിരി മടുക്കും കേട്ടോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് തോന്നും. നല്ല രസമാണ്. പിന്നെ അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് കാണുമെന്ന് എനിക്കറിയില്ല ക്യാമറയിൽ. ഇതൊന്നും ക്യാമറയിൽ കാണേണ്ടതല്ല, ശരിക്കും നേരിട്ട് പോയി കാണുമ്പോഴാണ് അതിൻ്റെ ഒരു രസം. പിന്നെ ഇതൊക്കെ ഒരു ഓർമ്മകളാണ്. പിന്നെ ഇവനാണ് അടിപൊളി. ഇവൻ അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക, ഞങ്ങൾ എൻജോയ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം ഇനി ഇതിൻ്റെ മുകളിലൊക്കെ കയറി എന്താ പറയുക നടക്കും. അതൊക്കെ ഇവൻ കുറച്ച് എന്താ പറയുക എനർജറ്റിക്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരെണ്ണം മുകളിൽ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവരിങ്ങനെ എന്താ പറയുക ചാക്ക് എടുത്തിട്ട് മൂടി ഒറ്റ കിടപ്പാണ്. എനിക്ക് തോന്നുന്നു ഇവർക്ക് ചൂടധികം പറ്റില്ല തോന്നുന്നു. ചൂട്ടത്തത് കൊണ്ട് തന്നെ ഇവർ ഓൺ ദി സ്പോട്ടിൽ ചാക്കെടുത്ത് നനച്ച് കൊടുക്കേണ്ടത് തോന്നുന്നു ചാക്കൊക്കെ. അപ്പോൾ അങ്ങനെ അവർ കിടക്കും. പിന്നെ നമ്മുടെ സീബ്രേനൊക്കെ ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. നമ്മുടെ തൃശ്ശൂർ സീബ്ര ഉണ്ടോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ സീബ്രയുള്ള കാര്യം. അപ്പോൾ സീബ്രേനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നതാണ് എൻ്റെ ഒരു ഇത്. ഓക്കെ, അങ്ങനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ആനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമുക്ക് ആനനെ എത്ര കണ്ടാലും എന്താ പറയുക, നമുക്ക് മതിയാവില്ല ആനനെ കണ്ടാൽ. നമുക്ക് എപ്പോഴും കണ്ടാലും ഒരു ഹായ് നമ്മുടെ ആന എന്നുള്ളൊരു ഫീലല്ലേ. ആനനെ കണ്ടാൽ നമുക്ക് മതിയാവില്ല. പിന്നെ ഇഷ്ടംപോലെ മൃഗങ്ങളുണ്ട് കേട്ടോ. ഞാൻ കുറേയൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല, കുറേയൊക്കെ ഞാൻ സ്കിപ്പ് അടിച്ച് നമുക്ക് ബോറടിച്ചാലോ. പിന്നെ കുറേ അധികം പാമ്പുകളുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ വന്ന് കാണുമ്പോഴാണ് നിങ്ങൾക്ക് അതൊക്കെ അറിയുള്ളൂ സത്യത്തിൽ. പിന്നെ അവിടുത്തെ വേറൊരു കാര്യം പറയുക വെച്ചാൽ, ഞാനവിടെ പോയിട്ട് കന്നഡ ഭാഷ കേട്ടിട്ടില്ല ഗൈസ്. എല്ലാവർക്കും മലയാളം നല്ല രീതിയിൽ അറിയാം. എല്ലാവരും മൊത്തത്തിൽ അവിടെ ഒന്നാമത് വന്നിട്ടുള്ള എല്ലാവരും മലയാളികളാണ്. ഞാൻ വിചാരിച്ചു നമ്മൾ വേറെ സ്ഥലത്തേക്ക് വന്നിട്ട് എന്താ ഭാഷ പോലും കേൾക്കാൻ പറ്റിയിട്ടില്ല. കാരണം ഫുൾ മലയാളികളാണ്. എവിടെ ചെന്നാലും മലയാളികൾ. പിന്നെ അവിടെ കുറേ ജിറാഫ് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കണ്ട് തിരിഞ്ഞ് നമ്മൾ വേഗം വീട്ടിലേക്ക് എന്ന് പറയുന്നത് നമ്മൾ റൂമിലേക്ക് വരികയാണ്. റൂമിലേക്ക് വന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോകും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നല്ല ചോറും പിന്നെ തീയലും ഉള്ളിത്തേയിലേക്ക് ഉപ്പേരി, മോരുകറി, പുളിയിഞ്ചി, അച്ചാർ, സാലഡ്, മീൻകറി ഒക്കെ കൂടി നല്ല ഒരു സൂപ്പറായിട്ട് ഫുഡ് കഴിച്ച് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോകണം. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.